കുട്ടനാട്ടിൽ ഷാജഹാൻ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഷാജഹാന്റെ അടുത്തേക്ക് പോകാം, നോക്കാം കുട്ടനാട്ടിലെ ഒരു സാഹചര്യം എന്താണെന്ന്. ഷാജി, കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്, അത് സ്വാഭാവികമാണല്ലോ ഈ മഴക്കാലത്തല്ലേ? എങ്കിൽ പോലും ജനജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറിയിരുന്നു. ക്യാമ്പുകൾ തുറക്കേണ്ടി വന്ന സാഹചര്യമുണ്ടോ? എന്താണിപ്പോൾ കുട്ടനാട്ടിലെ ഒരു അന്തരീക്ഷം? മനു സൂചിപ്പിച്ച പോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ താഴ്ന്നു നിൽക്കുന്നൊരു പ്രദേശമാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ നേരിയ ഒരു മഴ പെയ്താൽ പോലും കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരുന്നത് സ്വാഭാവികമാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ശക്തമായൊരു മഴയായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് നല്ല ഒരു ആശ്വാസം നൽകുന്ന കാഴ്ചയാണ്. കാര്യം ശക്തമായ ഒരു വെയിൽ നമുക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്തില്ലെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ കിഴക്ക് പെയ്ത വെള്ളം, അതായത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെ വെള്ളം കുട്ടനാട്ടിലേക്കാണ് ഒഴുകിയെത്തുന്നത്. നേരത്തെ ഇത് നല്ല രീതിയിൽ ഒഴുകിയെത്തുമായിരുന്നു. ഇത് മുൻകാലങ്ങളിൽ 2018 മുൻപൊക്കെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഈ ലൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. കാര്യം അത്രത്തോളം വെള്ളം ഇവിടെ കയറുമായിരുന്നു. പക്ഷേ ആ തോട്ടപ്പള്ളി സ്പിൽവേ വഴിയൊക്കെ വളരെ ശക്തമായ രീതിയിൽ ജലനിരപ്പ് താഴ്ന്ന തരത്തിലേക്ക് തന്നെ വെള്ളം ഒഴുകി കടലിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ രീതിയിൽ, അത്ര തീവ്രമായ രീതിയിൽ കുട്ടനാടിനെ ബാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും കുട്ടനാടിൻ്റെ, ഇപ്പം ഞാൻ നിൽക്കുന്ന പുളിങ്കുന്ന് പഞ്ചായത്താണ്. പുളിങ്കുന്ന് പഞ്ചായത്തിൻ്റെ ഒരു കരയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലൊക്കെ വെള്ളക്കെട്ടാണ്, വീടുകളൊക്കെ തന്നെ വെള്ളത്തിലാണ്. അത് പക്ഷേ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും അത്ര വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും അവർ വർഷാവർഷങ്ങളിൽ അനുഭവിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ തലവടി പഞ്ചായത്ത്, നീരേറ്റുപുറം, അതോടൊപ്പം തന്നെ മുട്ടാർ പഞ്ചായത്ത്, ഇങ്ങനെ കൂടുതൽ താഴ്ന്ന പ്രദേശങ്ങൾ, കൈനഗിരി പഞ്ചായത്ത്, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി നൽകിയിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അത്തരത്തിൽ അവധിയൊന്നുമില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാന്നാർ പഞ്ചായത്തിൽ ഒരു സ്കൂളിൻ്റെ മതിലിടിഞ്ഞ് വീണു. അങ്ങനെ വെള്ളക്കെട്ടുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും കുട്ടനാട്ടിലുമൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് കുട്ടനാട്ടിൽ വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചുറ്റിനും വെള്ളമാണ്, വീടുകളൊക്കെ തന്നെ വെള്ളത്തിൻ്റെ നടുക്കാണ്, ജനങ്ങളൊക്കെ തന്നെ വളരെ പ്രശ്നങ്ങളിലാണ്. കാര്യം ശരിയാണ്. പക്ഷേ എങ്കിലും കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് അത്രത്തോളം അലട്ടുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ എങ്കിലും സാധാരണഗതിയിൽ മറ്റ് വർഷങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ഒരു വെള്ളപ്പൊക്കം നമുക്ക് കുട്ടനാട്ടിൽ കാണാൻ സാധിക്കുന്നില്ല. അതിന് പ്രധാന കാരണം ഈ തോട്ടപ്പള്ളി വഴിയുള്ള സ്പിൽവേ നല്ല രീതിയിൽ തുറന്ന് വെള്ളം കടലിലേക്ക് പോകാനുള്ള ഒരു ഒഴുക്ക് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അല്ല എങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ച ശക്തമായ മഴയാണ് പെയ്തത്. ആ മഴയിലൊക്കെ തന്നെ കുട്ടനാട്ടിൽ നല്ല രീതിയിൽ ജലനിരപ്പ് ഉയരാനൊരു സാധ്യതയാണ് നമുക്കുള്ളത്. ഷാജി അത് പറഞ്ഞപ്പോൾ, ആ തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണലൊക്കെ നീക്കിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, പൊഴി മുറിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണല്ലോ ആ നടപടികൾ ഏറ്റവും ശക്തമായത്. അന്ന് അതിനെതിരെ അഴിമതി ആരോപണം ആരോപിച്ചുകൊണ്ട് വലിയ സമരം ചെയ്തതല്ലേ കോൺഗ്രസ് നേതാക്കൾ അവിടെ? അതോ ഷാജിക്ക് ഓർമ്മയില്ലേ? അന്ന് ആ സമരത്തിനനുസരിച്ച് നമ്മൾ ആ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയിരുന്നുവെങ്കിൽ കുട്ടനാട്ടിൽ ഉണ്ടാകുന്ന ഒരു ആഘാതം എത്രമാത്രമായിരുന്നു എന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും മനു, കാര്യം നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ നിന്ന് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാര്യം എൻ്റെ ഒരു പകുതിക്ക് മുകളിൽ വെള്ളം വരാനുള്ള സാധ്യതയാണ് ഈ കരയിലായിട്ട്. അതായത് കുട്ടനാട് AC റോഡിനോട് ചേർന്നുള്ള പ്രദേശമാണിത്. അവിടെ ഇത്രത്തോളം വെള്ളമുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ പമ്പ അച്ചൻകോവിലാറിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായിട്ടും ഇപ്പോൾ കടലിലേക്ക് ഒഴുകി പോവുകയാണ്. കിഴക്കൻ മേഖലയിലെ വെള്ളം കടലിലേക്ക് ഒഴുകി പോകുന്നു. ഇവിടെ പെയ്ത്ത് വെള്ളം മാത്രമാണ് ഈ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ കുട്ടനാട്ടിൽ നിന്നും കുട്ടനാട്ടിലേക്ക് എത്തേണ്ട വെള്ളം കടലിലേക്ക് ഒഴുക്കി വിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിനെക്കാട്ടിയും വലിയൊരു ദുരന്തം കുട്ടനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം കാണുമായിരുന്നു. അങ്ങനെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം മുറിച്ചതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു സമരമുണ്ടായിരുന്നു. മണൽ നീക്കത്തിനെതിരെ സമരമുണ്ടായിരുന്നു. നേരത്തെ 30 മീറ്റർ മാത്രമാണ് തോട്ടപ്പള്ളിയുടെ സ്പിൽവേ ഉണ്ടായിരുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. അതിപ്പോൾ ഏതാണ്ട് 120 മീറ്ററായിട്ട് അതിൻ്റെ ഓപ്പൺ ചെയ്തു കൊടുത്തു, കടലും കായലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. കുട്ടനാടിനെ ആ കിഴക്ക് നിന്ന് വരുന്ന വെള്ളം കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ പെയ്ത്ത് വെള്ളം മാത്രമാണ് കുട്ടനാട് പരിസരങ്ങളിലുള്ള. ഒരു കാര്യം കൂടി ഷാജി, ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ആ വെള്ളത്തിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പരിചിതമാണ് അവിടുത്തെ ആളുകൾക്ക്. എങ്കിൽ പോലും പക്ഷേ രാത്രികളിലൊക്കെ അതൊരു അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമോ? വെള്ളമുണ്ട, അതാണ് വെള്ളമുണ്ട, കിഴക്കൊക്കെ വെള്ളമാണ്. കിഴക്കൊക്കെ വെള്ളമാണ്. ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിക്ക് വരാൻ പറ്റത്തില്ല, കൃഷ്ണപുരം വഴിക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഇട്ടാലിട്ടില്ലേലും
സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആവശ്യം ഈ റോഡൊക്കെ ഒന്ന് പൊക്കിക്കൊടുക്കണമെന്നുള്ളതാണ്. നമുക്കറിയാം അവരുടെ ഇപ്പോൾ ഈ സമയത്ത് മയക്കം കൊണ്ട് ചെന്നാൽ നല്ല ദുരിതത്തിൽ നിന്ന് വരുന്നതാണ്, രാവിലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുന്നവരാണ്. അവരൊക്കെ തന്നെ നമ്മളെ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, അത് സ്വാഭാവികമാണ്. ശക്തമായ രോഷ പ്രകടനം മഴയിലെ സ്വാഭാവികമാണ്, നമുക്കത് വെള്ളക്കെട്ട് മനസ്സിലാക്കാൻ പറ്റും ഷാജി, അത് സ്വാഭാവികമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ആലപ്പുഴയുടെ ഒരു ഭൂപ്രകൃതി നമുക്കറിയാവുന്നതാണ്. അവിടെ ഇതിനപ്പുറത്തേക്ക് ആ റോഡുകൾ ഉയർത്താൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ AC റോഡ് നമ്മൾ ആ രീതിയിൽ ഉയർത്തിയെടുത്ത് വെള്ളം കയറാത്ത രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉൾഭാഗത്തേക്കുള്ള റോഡുകൾ ഏറ്റവും മനോഹരമായ രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഉയർത്തിയെടുക്കുക എന്നത് ശ്രമകരമായൊരു ദൗത്യമാണ്. ഓക്കെ ഷാജി, താങ്ക് യു. അപ്പോൾ രാവിലെ നമ്മളോട് സംസാരിച്ചു. ഓക്കെ, താങ്ക് യു.